ഒരു വീടെടുക്കാൻ അതിന്റെ ടാക്സ്, ഭൂമി എടുക്കാൻ അതിന് വലിയ ടാക്സ്, 10 ഇരട്ടിയ ടാക്സ്, പിന്നെ വില വർധനവ്, എല്ലാ സാധനത്തിനും വില വർധനവല്ല. എല്ലാ മേഖലയിലും വളരെ മോശമാണ്. അപ്പോ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ പിണറായിനെ ജനങ്ങൾ വേണ്ടെന്ന് പറയും. വേണ്ടാന്ന് പറയണം. ജനങ്ങൾ ബുദ്ധിയുള്ള ജനങ്ങളാണെങ്കിൽ അത് ചെയ്യാൻ പറ്റും. പിണറായിനെ വേണ്ടെന്ന് പറയണം. ബുദ്ധി ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്നവർ അത് ചെയ്യും. സാഹോദര്യം, മതേതരത്വം അത് കാത്തു സൂക്ഷിക്കുന്നതാണെങ്കിൽ നമ്മൾ എന്തായാലും വോട്ട് ചെയ്യും. സമാധാനം ഇതുവരെ എങ്ങനെയാണ് ഇന്ത്യ എന്താണോ അറിയപ്പെട്ടത് പുറത്ത്, അതുപോലെ നമുക്ക് ജീവിക്കണം. വളരെ മോശം. അഴിമതി വീരനാണ്. ആര് മാറ്റം വരും. ജനങ്ങൾ മാറ്റം കൊടുക്കല്ലോ. ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. മാറ്റം തന്നെ വരുന്നുണ്ടെങ്കിൽ തന്നെ എന്ത് വരണം? കോൺഗ്രസ് വരണം. ഇന്നലെ കേരളത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുള്ളൂ. പ്രതീക്ഷയുണ്ട്. 20 ലക്ഷം ഉറുപ്പിയാണ് കൈക്കൂലി ഭൂമി തരം മാറ്റാൻ വേണ്ടിട്ട്. എന്നിട്ട് 8 ലക്ഷം ഉറുപ്പ്യക്ക് പഞ്ചായത്താക്കി. 8 ലക്ഷം ഉറുപ്പ്യക്ക് പഞ്ചായത്ത് 50,000 ഉറുപ്പ്യായിട്ട് വരണം. എന്നാലേ ഇനി തരം മാറ്റലിന്റെ പരിപാടിയിലേക്ക് കടക്കാൻ കഴിയുന്നത്. 50,000 വിജിലൻസിലേക്ക് ചെന്നിട്ടാണ് അയാളെ പിടികൂടുന്നത്. ഇതാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. നമ്മള് കണ്ടില്ല കേട്ടില്ല തടിക്കന്നെ. നമുക്ക് വീടൊന്നുമില്ല, സ്വന്തമായിട്ട് വീട്ടില്ലാത്ത ആളുകളാണ് നമ്മള്. ശരി, മനസ്സിലായില്ലേ? തറവാട്ടിലാണ് വിട്ടിട്ട് വേണം നമുക്ക് ജീവിക്കണമെങ്കിൽ. അപ്പൊ ഈ വീട് വെച്ച് തരുന്നതിലൊന്നും സർക്കാർ വേണ്ട പോലെ പരിഗണിച്ചിട്ടില്ല.